ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങൾ ചാറ്റലാമ്പാടം. പാടങ്ങളുടെ ഇടയിൽ ചുറ്റിനും മലകളാണ്. മഴയത്തും വെയിലത്തും ഇവിടെ വരാൻ നല്ലൊരു വൈബ് തന്നെയാണ്. കണ്ടോ, മഴയുടെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കുടയും പിടിച്ച് നടക്കണതാണ് ഇത്. കണ്ടോ കണ്ടോ, ഇവിടെ നല്ല മഴയുണ്ടെങ്കിലും ആൾക്കാരുടെ തിരക്ക് കുറവേയല്ല. കണ്ടോ, ചുറ്റിനും മലകൾ ഉയർന്ന് പൊങ്ങി നിൽക്കുന്ന. വെയിലത്തും മഴയത്തും ഇവിടെ വരാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഞങ്ങൾ കസിൻസുമായി വരാറുണ്ട്. കണ്ടോ, ഞങ്ങളുടെ ചേട്ടന്മാർ, എൻ്റെ ചേട്ടന്മാർ സൈക്കിൾ ചോട്ടുന്ന കണ്ടോ. ഞങ്ങൾ വെയിലത്ത് വന്നതാ, സൂര്യനെ കാണാനൊക്കെ ഇവിടെ സൂപ്പർ തന്നെയാണ്. ഈ കാടുകളുള്ള ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കാടുകളായി, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ പ്രവേശനമില്ല. കണ്ടോ, വെള്ളങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ് ഇത് നോക്കൂ. പൂക്കളിലും വെള്ള, പിങ്ക്, പർപ്പിൾ എന്നിവ കളറുള്ള പൂക്കളുടെ ഇടയിലൂടെ വെള്ളം പോകുന്നത് കണ്ടോ നിങ്ങൾ. നല്ല ശുദ്ധമായ വെള്ളമാണ് മഴയിൽ നിന്നും വരുന്നത്. മഴക്കാലമായതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. കാടുകളിലേക്ക് ഞങ്ങൾ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ മലകളായത് കാരണം മലകളിലേക്ക് ഞങ്ങൾ പോവാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കാടുകളായതുകൊണ്ട് കാരണം ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇതിപ്പോൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നു. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇവിടെ പാർക്കിങ്ങിന് ഒട്ടും ഇടയില്ല. പിന്നെ ഐസ്ക്രീം വണ്ടിയും ചായ ബജി കടയും ഒക്കെ ഉണ്ട്. കണ്ടോ, ഞങ്ങൾ മഴയത്ത് കസിൻസുമായി വന്നതാ. ഇവിടെ അങ്ങേറ്റത്ത് ഒരു അമ്പലമുണ്ട്. അവിടെ ഒരു പാർക്കുണ്ട്. നല്ല രസമാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്ക്. കണ്ടോ, അവിടെ പശുക്കളെ, ഗോശാലയിലുള്ള പശുക്കളെ പുല്ല് തിന്നിപ്പിക്കാൻ ഇങ്ങോട്ടാ വരുന്നത്. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പേടിച്ച് ചേട്ടൻ്റെ കയ്യിൽ പിടിച്ചായിരുന്നു പോയത്. ഇവിടെ എപ്പോൾ വന്നാലും ഒരു വൈബ് തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് അറിഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട്. നിങ്ങളും ഒരിക്കൽ വരാൻ ശ്രമിക്കണേ. താങ്ക് യു.